ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കെമിസ്ട്രിയിലെ കെമിക്കൽ ബോണ്ടിങ് എന്ന ചാപ്റ്റർ, അതായത് സെക്കൻഡ് ചാപ്റ്ററിൽ ആദ്യത്തെ ടൈപ്പ് ഓഫ് ബോണ്ടാണ് ഇലക്ട്രോവാലന്റ് അല്ലെങ്കിൽ അയോണിക് ബോണ്ട്. അതിലെ കാൽസ്യം ഓക്സൈഡിന്റെ ഫോർമേഷൻ, അതായത് ഡോട്ട് സ്ട്രക്ചർ, അതിന്റെ ഫോർമേഷന്റെ ഡോട്ട് സ്ട്രക്ചർ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാൽസ്യം എന്ന് പറയുമ്പോൾ അതിന്റെ ആറ്റോമിക് നമ്പർ 20 ആണ്. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? 2,8,8,2. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉള്ളത്. എപ്പോഴും ഈ 2 ഇലക്ട്രോൺ ആണെങ്കിൽ സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാൻ ഈ 2 ഇലക്ട്രോൺ അത് കൊടുക്കും. കൊടുത്തിട്ട് കാൽസ്യം എന്തായി മാറും? കാറ്റയോൺ ആയി മാറും. കാറ്റയോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 2,8,8 ആണ്. അപ്പൊ ഇത് കാറ്റയോൺ. കാൽസ്യം 2 ഇലക്ട്രോൺസിന് എന്ത് ചെയ്യും? കൊടുക്കും. കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ആണ്. ഒപ്പം തന്നെ അതിനെ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആ അയോണിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ കാറ്റയോൺ. ഓക്കെ. ഇനി ഓക്സിജൻ. ഓക്സിജൻ എന്ന് പറയുന്നത് അതിന്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 8 ആണ്. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? 2,6 എന്ന് എഴുതാം. എപ്പോഴും ഓക്സിജന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ ആണ് ഉള്ളത്. എപ്പോഴും 2 ഇലക്ട്രോണും കൂടി കിട്ടിയാലേ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താവുള്ളൂ? ഒക്ടറ്റ് റൂൾ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ ഓക്സിജൻ 2 ഇലക്ട്രോൺസിനെ വാങ്ങിച്ചിട്ട് 2,8 ആയി മാറി. അപ്പൊ ഓക്സിജൻ ഇവിടെ 2 മൈനസ് ആയി മാറി. അതായത് ഓക്സിജൻ എന്തായി മാറി? ആനയോൺ. നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള അയോണിനെ വിളിക്കുന്ന പേരാണ് ആനയോൺ. അപ്പൊ ഓക്സിജൻ എപ്പോഴും എന്ത് വാങ്ങിക്കും? ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യും. 2 ഇലക്ട്രോൺസിന് വേണം അതിന്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആവാൻ. അപ്പോൾ അതെന്തായി മാറി? അതൊരു ആനയോൺ ആയി മാറി. ഓക്സിജൻ 2 മൈനസ് ആയി മാറി. അപ്പൊ ഇതാണ് ഇതിന്റെ റിയാക്ഷന് മുമ്പുള്ളത്. ഇത് ഇലക്ട്രോണിന് കൊടുത്ത് അത് എന്ത് സംഭവിക്കുന്നു? ആനയോണും കാറ്റയോണും ആയിട്ട് മാറി. ഇതിന്റെ ഡോട്ട് സ്ട്രക്ചർ ആണ് ഇനി വരയ്ക്കാൻ പോകുന്നത്. അതായത് ഫോർമേഷൻ ഓഫ് കാൽസ്യം ഓക്സൈഡിന്റെ ഡോട്ട് സ്ട്രക്ചർ ആണ് ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. കാൽസ്യം ഓക്സൈഡിന്റെ ഡോട്ട് സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് മാത്രമേ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുള്ളൂ. അതിനെ ലൂയിസ് സിംബൽ എന്നാണ് പറയുക. അതായത് ആ ഡോട്ട് സിംബൽ റെപ്രസെന്റേഷന് ലൂയിസ് സിംബൽ എന്ന് നമ്മൾ പറയും. അപ്പൊ കാൽസ്യത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പൊ കാൽസ്യം ആറ്റം നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ കാൽസ്യം ഇതാണ് 2 ഇലക്ട്രോൺ പ്ലസ് ഓക്സിജനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാണ്. അത് വേറെ ആറ്റമാണ്, ആറ്റം ഓഫ് അനദർ എലമെന്റ് ആണ്. അപ്പൊ ഓക്സിജനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഓക്സിജന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ്? 6 ഇലക്ട്രോൺസ്. അത് ഓപ്പൺ സർക്കിൾ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് രണ്ടും വേറെ വേറെ എലമെന്റിന്റെ ആറ്റംസ് ആയതുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രോൺസ് ഒരെണ്ണം ഡാർക്ക് ഡോട്ടും ഒരെണ്ണം ഓപ്പൺ സർക്കിളും ഇട്ടിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്തു എന്നുള്ളൂ. ഓക്കെ. ഇനി ആഫ്റ്റർ ദ റിയാക്ഷൻ എന്തുണ്ടാവും? കാൽസ്യം 2 ഇലക്ട്രോൺസിനെ കൊടുക്കും. അപ്പൊ കാൽസ്യം എന്തായി മാറി? 2 പ്ലസ് ആയി മാറി. ഇത് അയോൺ ആയി മാറി. പ്ലസ് ഓക്സിജന്റെ ഔട്ടർ മോസ്റ്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഓക്സിജന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 6 ഇലക്ട്രോൺസ് ഉണ്ട്. അത് 6ഉം റെപ്രസെന്റ് ചെയ്തു. ഒപ്പം തന്നെ ഈ കാൽസ്യത്തിന്റെ ഈ 2 ഇലക്ട്രോൺസും കൂടി ഇത് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ആ കാൽസ്യത്തിന് 2 ഡാർക്ക് ആൻഡ് ഡോട്ടുള്ള ഇലക്ട്രോൺസും കൂടി ഇവിടെ റെപ്രസെന്റ് ചെയ്യണം. ഒപ്പം തന്നെ ഇവിടെ ഇപ്പൊ എന്ത് വരും? 2 മൈനസും വരും. അല്ലെങ്കിൽ ഇതിനെ നമ്മൾ കാൽസ്യം ഓക്സൈഡ് ഇങ്ങനെയും എഴുതാം. അതായത് ഈ കാൽസ്യം ഓക്സൈഡിന്റെ ഡോട്ട് സ്ട്രക്ചർ ആണ് ഈ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് കാറ്റയോണും നെഗറ്റീവ്ലി ചാർജ്ഡ് ആനയോണും തമ്മിലൊരു ഫോഴ്സ് ഉണ്ട്, ബൈൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. അത് കുളോംബ് ഫോഴ്സ് ആണ്. ഇതാണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാൽസ്യം ഓക്സൈഡിന്റെ ഡോട്ട് സ്ട്രക്ചർ. അപ്പൊ കാൽസ്യം 2 ഇലക്ട്രോൺസിനെ കൊടുക്കും, ഓക്സിജൻ ആ 2 ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യും. അപ്പൊ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഇവിടെ ഉണ്ടാവുന്നത്. അങ്ങനെ ഉണ്ടാവുന്ന ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോവാലന്റ് ഓർ അയോണിക് ബോണ്ട്. അപ്പോൾ അയോണിക് ബോണ്ടിന്റെ ഒരു എക്സാമ്പിൾ ആണ് ആര്? കാൽസ്യം ഓക്സൈഡ്. ഇതിനകത്ത് കാൽസ്യം ഓക്സിജനും ആർ ഇൻ ദ റേഷ്യോ, ടേക്കൺ ഇൻ ദ റേഷ്യോ എങ്ങനെയാ? 1:1 ആണ്. കാൽസ്യം 2 ഇലക്ട്രോണിനെ കൊടുക്കുന്നു, ഓക്സിജൻ 2 ഇലക്ട്രോൺസിന് വാങ്ങിക്കുന്നു. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്കിത് മനസ്സിലാക്കാം. ഈ ഡോട്ട് സ്ട്രക്ചർ ഇത് വരച്ച് തന്നെ പഠിക്കണം. ഓക്കെ.